കൊല്ലമെങ്കിലും കാര്യം നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവസാന ദിവസങ്ങൾ കൗണ്ട് ഡൗൺ നടക്കുന്നത് പോലെ ശേഷിക്കുന്ന 10-16 ദിവസങ്ങളോട് പിന്നിട്ട് പോകും. ഞാൻ ലജ്ജിച്ചു പോകും. ഈ ആണ്ടും ഞാൻ മറുപടി ഇല്ലാത്തവളായി തീർന്നു എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, 10-16 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഞാനൊരു അറ്റകൈ പ്രയോഗം പോലെ ഒരു ദൂത് പറയാം. നീ ചില തീരുമാനങ്ങൾ ദൈവത്തോട് പറ. നീ ചില കാര്യങ്ങൾ ദൈവത്തോട് ആദ്യം പറ. ദൈവമേ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തേക്കാം, ഇന്നതുപോലെ നിന്നേക്കാം എന്ന് പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. സ്വർഗം ആകാശം ചായിച്ചിറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നിരാശ മാറ്റാൻ, നിങ്ങളുടെ ഭാരം മാറ്റാൻ, പ്രാർത്ഥിക്കുന്നവൻ ഒരു കാലത്തും ഒരിടത്തും തോറ്റു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വീട്ടിലെ സഭായോഗത്തിലൂടെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം, ഇനി ഞാൻ ആരോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണം എന്നോർത്ത് ആകുലതയോടെ ഇരിക്കുന്നെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് മറുപടി തരികയാണ്. ദാവീദിന്റെ പ്രാർത്ഥനയിൽ നിന്ന് ചില കാര്യങ്ങൾ ദൈവത്തോട് ആദ്യം പറ. ഞാൻ ഇന്നതുപോലെ ചെയ്തോളാം, ഞാൻ ഇന്നതുപോലെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ് കാര്യങ്ങൾക്ക് മറുപടി തരാതിരിക്കുകയല്ല. 5 ദൃഢമായിരിക്കുന്ന തീരുമാനങ്ങളാണ് അദ്ദേഹം, സ്തോത്രം, ദൈവസന്നിധിയിൽ 12 കാര്യങ്ങൾ ചോദിക്കുമ്പോൾ 5 തീരുമാനങ്ങളാണ് 25-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം എടുത്തത്. ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞു തരാം. 1-ാമത്തെ വാക്യം തന്നെ നോക്കി, എന്താ എഴുതിയിരിക്കുന്നത്? യഹോവേ, ഞാൻ അങ്ങയിലേക്ക് മനസ്സുണർത്തുന്നു. ഇതൊരു തീരുമാനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പിടിച്ചെടുത്ത് നിൽക്കുകയല്ല, എനിക്ക് എപ്പോഴും വരാനൊന്നും നേരം കിട്ടിയല്ല, എനിക്കൊരുപാട് ബിസി ഉണ്ട്, ഞാൻ രാജാവാണ്, എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി പോയിരുന്ന് പ്രാർത്ഥിക്ക്. സ്തോത്രം എന്നൊരു നയമല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ദൈവത്തോട് പറയുന്നു, നാഥ, എനിക്ക് ചില വിഷയങ്ങളുണ്ട്, എനിക്ക് ഭയമുണ്ട്, ഞാൻ നാണം കെട്ട് പോകുമോ എന്നെനിക്ക്, അതല്ലേ ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രാർത്ഥന. ശത്രുക്കൾ പെരുകുമ്പോൾ എൻ്റെ മുൻകാല പാപങ്ങൾ എന്നെ ആക്രമിക്കുമോ? അന്ന് പാപത്തിന് മറവേ വന്നിട്ടുള്ളൂ, പാപപരിഹാരം വന്നിട്ടില്ല. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവാണ് പാപപരിഹാരകൻ. പഴയ നിയമയാഗങ്ങളെല്ലാം ലംഘനങ്ങളും പാപങ്ങളും മറയ്ക്കും. അതുകൊണ്ട് പഴയ നിയമ ഭക്തന്മാർക്കെല്ലാം വീണ്ടും അവരുടെ പ്രശ്നങ്ങളുടെ നടുവിൽ അവർ ചെയ്തു പോയ കുറ്റങ്ങൾ, അതുകൊണ്ട് അതിനകത്ത് പറയുന്നത്, എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ എന്ന് 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം എന്താ? അദ്ദേഹത്തിന് ബാല്യത്തിലെ പാപങ്ങൾ വളർന്നു വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ നിൽക്കുമോ എന്നൊരു ഭയമുണ്ട്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ലജ്ജിച്ചു പോകുമോ എന്നുള്ള ആശങ്കയിലിരിക്കുമ്പോൾ ആ മനുഷ്യൻ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവത്തോട് ആദ്യം പറഞ്ഞു, നാഥ, ഞാനൊരു ഉഴപ്പനായി, ഞാനൊരു ഉറങ്ങിയ വിശ്വാസിയായി, വല്ലപ്പോഴും അവസരം കിട്ടിയാൽ സ്തോത്രം പള്ളിയുടെ ഏറ്റവും പുറകിൽ വന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് പോകുന്നൊരു വിശ്വാസിയായിരിക്കാന്നല്ല പറഞ്ഞത്. നിനക്ക് 12 കാര്യങ്ങളുണ്ടെങ്കിൽ ആദ്യം ദൈവത്തോട് പറയണം. ദൈവം എല്ലാം നടത്തി തരും, ദൈവം സർവശക്തനാണ്. ആദ്യം ദൈവത്തോട് പറയണം, ഞാൻ ഉണരാൻ പോകുകയാണ്, ഞാൻ ഉറങ്ങാൻ പോകുകയല്ല, ഞാൻ ആത്മീകത്തിൽ ഉണരുകയാണ്, ഞാൻ ദൈവിക വിഷയത്തിൽ ഉണരാൻ തയ്യാറാകുകയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ, കർത്താവേ, ഇനി പുറകോട്ട് പോകാൻ എനിക്ക് മനസ്സില്ല, എൻ്റെ മനസ്സ് ഉണർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. 2-ാമത്തെ വാക്യത്തിനകത്ത് അദ്ദേഹം പറയും, നോക്കുക, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദൃഢമായ തീരുമാനമാണ്. എന്തൊക്കെ വന്നാലും ഞാൻ രാഷ്ട്രീയത്തിൽ ആശ്രയിക്കില്ല, ഞാൻ എൻ്റെ സൈന്യത്തിൽ ആശ്രയിക്കില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ദൈവമേ എൻ്റെ അധികാരത്തിൽ ആശ്രയിക്കില്ല, ഞാൻ അയൽ രാജാക്കന്മാരുടെ സഹായത്തിൽ ആശ്രയിക്കില്ല. ഒരു രാജ്യം, ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയ്ക്ക് ഏതൊക്കെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആശ്രയിക്കാം. പക്ഷെ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു, എൻ്റെ 12 വിഷയങ്ങളിൽ ഞാൻ അങ്ങയിൽ മാത്രമാണ് ആശ്രയിക്കുകയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. പലരിൽ ആശ്രയിച്ചിട്ട് ഒന്നും നടക്കാതെ താൻ പാതി ദൈവം പാതി എന്ന നിലവാരത്തിൽ ആരെങ്കിലും സഭായത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഇനി ഈ ആണ്ട് തീരാൻ ചില ദിവസങ്ങളുണ്ട്. ദൈവത്തോട് പറ, ഞാൻ ഈ കാര്യം ഇനി ആരോടും പറയില്ല, ഞാൻ ആരുടെ മുമ്പിലും കൈനീട്ടില്ല, ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ പ്രൗഢമായിരിക്കുന്ന തീരുമാനമായിരുന്നു. സ്തോത്രം. 5-ാമത്തെ വാക്യത്തിനകത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം തീരുന്നത് ഇങ്ങനെയാണ്, ദിവസം മുഴുവനും. 5-ാം വാക്യം തീരുന്നിടത്ത് എഴുതിയിരിക്കുന്നു, ദിവസം മുഴുവനും
ഞാൻ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു. ഞാൻ ഒന്നോടെ പറയുന്നു, ഞാൻ ബിസിയാണ്. മാസത്തിൽ ഒരിക്കൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ നോക്കാം. സ്തോത്രം, എനിക്ക് ഒരുപാട് തിരക്കുണ്ട്, വീട്ടിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നെയും ചിലപ്പോൾ അടുത്ത കൊല്ലം ഇങ്ങനെ തന്നെ നമ്മൾ ഇരിക്കേണ്ടി വരും. പക്ഷേ ഇദ്ദേഹം ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്, കർത്താവേ, എത്ര തിരക്കാണെങ്കിലും, രാജ്യഭാരം എൻ്റെ തോളിലുണ്ടെങ്കിലും, ശത്രു സൈന്യങ്ങൾ ചുറ്റും വളഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും, ദിവസത്തിലെ അരമണിക്കൂർ അല്ല, ഞാൻ ദിവസം മുഴുവൻ, അങ്ങനെയല്ലേ വായിക്കുന്നത്, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. 15-ാമത്തെ വാക്യമാണ് എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കേണ്ടത്. അതാണ് അദ്ദേഹത്തിന്റെ 4-ാമത്തെ തീരുമാനം. ആ തീരുമാനം എങ്ങനെയാണ്? എൻ്റെ കണ്ണ് വല്ലപ്പോഴും അങ്ങയെ ശ്രദ്ധിക്കാമെന്നല്ല, എൻ്റെ കണ്ണ് എപ്പോഴും, എൻ്റെ കണ്ണ് എപ്പോഴും അങ്ങയിലേക്കാകുന്നു. ഹല്ലേലൂയ. ഇത് 4-ാമത്തെ. ഞാൻ ആ ഭാഗത്തേക്ക് വീണ്ടും മടങ്ങി വരും. സ്തോത്രം. 20-ാമത്തെ വാക്യമാണ് 5-ാമത്തത്. അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ അങ്ങയെ ശരണമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. അപ്പൊ ഒരു തീരുമാനമില്ലാതെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ പാപം ദൈവത്തെ കൊണ്ട് എല്ലാ പരിപാടിയും ചെയ്യാൻ വേണ്ടി ഞാൻ അനങ്ങിയല്ല. സ്തോത്രം, ഞാനൊരു സ്തോത്രം പോലും പറയുകയല്ല. എല്ലാവരും കൈകൊട്ടി പാട്ടുപാടി ആരാധിക്കുമ്പോൾ എന്നെ അതിന് കിട്ടിയല്ല. സ്തോത്രം എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഒരു 24 കൂട്ടം കാര്യങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വീട്ടിൽ പോയിരുന്നാൽ 2025 ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഈ ആണ്ട് തീരുന്നതിനേക്കാൾ മുമ്പ് ചില കാര്യങ്ങൾ ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ ഇനി ഉറങ്ങില്ല, മയങ്ങില്ല. ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാകുന്നുണ്ടല്ലോ. ആത്മീയത്തിൽ ഞാൻ ഉദാസീനനാകില്ല, ഞാൻ ഇനി സഭായോഗം മുടക്കില്ല, ഞാൻ ഇനി കുടുംബ പ്രാർത്ഥന നിർത്തില്ല, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ തിരുവെഴുത്തിൽ ശരണം പ്രാപിക്കും, ഞാൻ ദൈവവചനം അനുസരിക്കും, ഞാൻ നിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കും, ഞാൻ ദൈവത്തെ പ്രഘോഷിക്കും, ഞാൻ ദൈവത്തിന്റെ സാക്ഷിയാകും, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് എല്ലാവരെയും അറിയിക്കും, ഞാൻ ദൈവത്തിന്റെ മകനായി ജീവിക്കും. എത്രയോ തീരുമാനങ്ങൾ എടുക്കാം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് 12 അല്ല 1200 വിഷയം ദൈവത്തോട് പറഞ്ഞു. ദൈവത്തിന് ഒരു ഭാരമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കലും ചോദിക്കത്തില്ല, ഞായറാഴ്ച രാവിലെ 12 വിഷയം കൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് എന്നൊരിക്കലും ചോദിക്കുകയല്ല ദൈവം. 1200 ഭാരം നിനക്കുണ്ടെങ്കിലും അത് മുഴുവൻ കേൾക്കാനും ചുമക്കാനും പരിഹാരം തരാനും മറുപടി തരാനും മനസ്സുള്ള ദൈവത്തെയാണ് പവർ വിഷനിലൂടെ, വീട്ടിലെ സഭായോഗത്തിലൂടെ ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവാത്മാവ് നമ്മോട് പറയുന്നു, ചില കാര്യങ്ങൾ തീരുമാനിക്കുക. ചില കാര്യങ്ങൾ ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അതിൽ പോലും, സ്തോത്രം, നമ്മൾ മനുഷ്യരാണ്, അറിയാതെ നമ്മളെ വശീകരിച്ച് വലച്ചു കൊണ്ടുപോകുന്ന പലതും കണ്ടേക്കാം. ഇന്ന് ഈ സഭായോഗത്തിൽ വെച്ച്, സ്തോത്രം, നമ്മുടെ നാളുകൾ നഷ്ടമാകാതെ നാണം കെട്ടു പോകാതിരിപ്പാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ദൈവത്തോട് പറ, കർത്താവേ, കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് തീരുമാനിക്കുകയാണ്. കാരണം എൻ്റെ മുമ്പിൽ ദുർഘടങ്ങളാണ്, എൻ്റെ മുമ്പിൽ ശത്രുക്കളാണ്. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ എൻ്റെ വീട്ടിൽ തന്നെ ആളുകൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു നിൽക്കുകയാണ്. ഇതിനകത്തുനിന്ന് എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് 120 പ്രാർത്ഥനാ വിഷയമുണ്ടെന്നുള്ളതല്ല. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ചില കാര്യങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അർപ്പണമായിട്ടുണ്ട്. സ്തോത്രം, പ്രാർത്ഥനയുടെ ബലം സമർപ്പണമാണ്. ആ സമർപ്പണത്തിലാണ് ദൈവിക അത്ഭുതങ്ങൾ നടക്കുന്നത്. 5 കാര്യങ്ങൾ അദ്ദേഹം ആ വിധത്തിൽ പറയാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതിലുപരി ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെടുന്നത്, ദൈവമേ, അങ്ങയുടെ വഴികൾ. 4-ാമത്തെ വാക്യം. ഇത് സ്തോത്രം, ഈ സങ്കീർത്തനത്തിലെ പ്രധാന പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയല്ല. ഈ സങ്കീർത്തനത്തിലെ പ്രധാന പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ദാവീദിന്റെ തീരുമാനവുമല്ല. ഈ സങ്കീർത്തനത്തിലെ പ്രധാന പ്രമേയം, ദൈവത്തിൻ്റെ വഴി എനിക്ക് പഠിക്കണം, ദൈവത്തിൻ്റെ വഴിയിലൂടെ എനിക്ക് നടക്കണം, ദൈവത്തിൻ്റെ വഴിയിൽ എനിക്ക് ജീവിക്കണം, ദൈവത്തിൻ്റെ വഴിയിൽ എനിക്ക് സഞ്ചരിക്കണം. ഇതാണ് ഈ സങ്കീർത്തന രചയിതാവിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഏറ്റവും വലിയ ആശയം. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ കാതലായ തന്തു, നട്ടൽ എന്ന് പറയാം. 5, 6 സ്തോത്ര ഹല്ലേലൂയ കാര്യങ്ങൾ വഴിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. 4-ാമത്തെ വാക്യത്തിൽ 2 കാര്യമാണുള്ളത്. യഹോവേ, അങ്ങയുടെ വഴികളെ എന്നെ അറിയിക്കണമേ. അപ്പൊ നമുക്കറിയില്ല ദൈവത്തിന്റെ വഴികൾ.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരെ കുറിച്ചും വ്യത്യസ്തമായ വഴികളാണ് ദൈവത്തിനുള്ളത്. ആദമനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നതിന് വിശാലമായ അർത്ഥമാണ് ബൈബിളിലുള്ളത് കേട്ടോ. വഴി എന്നതുള്ളത് പ്ലാനുകൾ, ദൈവത്തിൻ്റെ പ്ലാനുകൾ, ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെ വഴി എന്ന വാക്കുകൊണ്ട് അന്തർലീനമായിരിക്കുക. ആദമനെ കുറിച്ചുള്ള വഴിയല്ല അബ്രഹാമിനെ കുറിച്ചുള്ളത്, അബ്രഹാമിനെ കുറിച്ചുള്ള വഴിയല്ല യോസേപ്പിനെ കുറിച്ചുള്ളത്, പത്രോസിനെ കുറിച്ചുള്ള വഴിയല്ല പൗലോസിനെ കുറിച്ചുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ നിൽക്കുന്ന കണ്ടിട്ട് അങ്ങേരുടെ വഴിയിലൂടെ ഞാൻ നടക്കുകയല്ല, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു വഴിയുണ്ട്. അങ്ങനെ ഇന്ന് പകരക്കാല ആരാധനയെ പങ്കെടുക്കുന്ന എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്, ആർക്കോ വേണ്ടി ദൈവത്തിനൊരു വഴി അല്ല, നിനക്ക് വേണ്ടി ഒരു വഴിയുണ്ട്. നീ രക്ഷപ്പെടാൻ, നീ ഉയരപ്പെടാൻ, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, നീ ദേശത്ത് ജയാളിയാകാൻ, നീ ദൈവവേലയെ വിജയിക്കാൻ, നീ ദൈവത്തിന് പ്രിയനാകാൻ, അതിന് സ്വർഗ്ഗം ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിന്നെ എത്തിക്കണം. അത് നിനക്കറിയില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ഓരോരുത്തരെ ഉയർത്താൻ ഈ വേദപുസ്തകം പഠിച്ചാൽ തന്നെ കാണാം. എൻ്റെ വിഷയം വഴിയല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക്, കാരണം എൻ്റെ ഓർമ്മയിൽ ഞാൻ വഴിയെക്കുറിച്ചൊക്കെ ഈ സങ്കീർത്തനം തന്നെ വായിച്ച് പറഞ്ഞതാണ്. എനിക്ക് ആവർത്തന വിരസത ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. എങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, ഓരോരുത്തരെ ഉയർത്താനും മാനിക്കാനൊക്കെ ദൈവരെ വഴി വെച്ചിട്ടുണ്ട്. ആ സമയം, ആ വഴി വരുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ മാറിപ്പോകരുത്. ദാവീദ് രാജാവിനെ ഉയർത്താൻ വേണ്ടി ദൈവം വെച്ച വഴി എന്നാണെന്നറിയാമോ? ആരും അറിയാതെ കൂടിയ 10-15 പേരുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ രാജകീയ അഭിഷേകം നടന്നത്. പക്ഷേ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ ദൈവം വെച്ച വഴിയാണ് ആ ഗോലിയാത്തും ഏലാത്താഴ്വരയും. ഹല്ലേലൂയ. ആ വഴിയിലേക്ക് ദാവീദിനെ ദൈവം കൊണ്ടെത്തിച്ചു. ബാബിലോൺ സാമ്രാജ്യത്തിലെത്തിയ ദാനിയേൽ എന്ന മഹാൻ ദാനിയേലിനെ ദൈവമായ കർത്താവ് അവിടെ കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ ഉയർത്താൻ വേണ്ടി സ്വർഗം ഘട്ടം ഘട്ടമായി അദ്ദേഹത്തിന് മറച്ചിട്ട വഴികളുണ്ടായിരുന്നു. ദൈവമക്കളെ, നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം എന്തുകൊണ്ട് മറന്നുപോയി? ഹല്ലേലൂയ. ആ രാജാവിന്റെ സ്വപ്നം സ്വർഗം മറച്ചത് ഇവിടെ ഒരു പൈതലിനെ ഉയർത്താനുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓർക്കണം, മറ്റൊരുത്തന്റെ ജീവിതത്തിൽ വന്ന സ്വപ്നത്തെ മറച്ചിട്ട് ദൈവത്തിന് പ്രിയമുള്ളവനെ ആ നാട്ടിൽ ഉയർത്താൻ, ദൈവത്തെ ഉയർത്താൻ സ്വർഗം ഒരുക്കിയ വഴിയാണ് ആ വഴി. ഹല്ലേലൂയ. അപ്പൊ എല്ലാവർക്കും ദൈവം വഴി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വെപ്രാളം എന്നാന്നറിയാമോ? നമുക്ക് അറിയില്ല എന്നെ ഉയർത്താനുള്ള വഴി ഏതാണ്, എന്നെ മാനിക്കാനുള്ള വഴി ഏതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അദ്ദേഹം ദൈവസന്നിധി ചോദിക്കുന്നത് 4-ാമത്തെ വാക്യത്തിലെ, യഹോവേ, അങ്ങയുടെ വഴി എന്നെ അറിയിക്കണമേ. അതെന്തിനാ ഇയാളെ അറിയിക്കുന്നേ? ദൈവത്തിന്റെ പ്രൈവറ്റ് കാര്യങ്ങൾ, ദൈവത്തിന്റെ വഴി, അതെന്തിനാണ് ദാവീദിനെ അറിയിക്കുന്നേ എന്നൊരു ചോദ്യം എൻ്റെ അകത്ത് വന്നപ്പോഴാണ് ഞാനിപ്പോ പറഞ്ഞ ഈ ദൂത് നിങ്ങളോട് പറയാനുള്ള ദൂത് കിട്ടിയത്. കാരണം എന്താ? ദൈവം സ്വർഗത്തിലിരുന്നുകൊണ്ട് ലോകം ഭരിക്കുന്നു. അതിന് ദൈവത്തിന്റെ വഴി എന്താ? മൺപൊടി ആയിരിക്കുന്ന നമ്മളെ അറിയിക്കേണ്ട കാര്യം. ദൈവം പറഞ്ഞു, അതെന്റെ കാര്യമാണ്, നീ ഇപ്പൊ അതറിയണ്ടെന്ന് പറഞ്ഞില്ല. എന്റെ കാര്യം എന്താ? എന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, എന്നെക്കുറിച്ചുള്ള വഴികൾ നിന്റെ കയ്യിലാണ്. ആ കാര്യം പൗലോസ് കൊരിന്ത്യരോട് ഇപ്രകാരം പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ഉള്ള എന്റെ വഴികളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ആ വാക്കൊന്നോടെ കേൾക്കണം. പൗലോസ് പറയുന്നു, കൊരിന്ത്യരോടാ പറയുന്നത്, ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ. അപ്പൊ ഞാൻ രക്ഷപ്പെടാനുള്ള വഴി, ഞാൻ ഉയർത്തപ്പെടാനുള്ള വഴി, ഞാൻ മാനിക്കപ്പെടാനുള്ള വഴി, നിന്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കാനുള്ള വഴി, നിന്റെ ഗതികേട് മാറാനുള്ള വഴി, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ കടഭാരം മാറാനുള്ള വഴി, നീ സ്വർഗത്തിലെത്താനുള്ള വഴി, നീ നിന്ദിക്കപ്പെടാതിരിക്കാനുള്ള വഴി, ആ വഴി നിന്റെ കയ്യിലില്ല, നിന്റെ തറവാട്ടിലില്ല, ഗണികന്റെയും ഗുളികന്റെയും കയ്യിലില്ല. നീ രക്ഷപ്പെടാനുള്ള വഴി യേശു ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ആ വഴി നിനക്ക് തെളിഞ്ഞു കിട്ടുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ നന്മയുടെ വഴികൾ മുഴുവൻ മറഞ്ഞു കിടക്കുന്നത് ഗൂഗിളിലും, ഹല്ലേലൂയ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൈബ്രറിയിലെ പുസ്തകങ്ങളിലല്ല. ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ ആരാധിക്കുന്ന കർത്താവുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ വഴി എൻ്റെ യേശുവിലുണ്ട്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കൾ എത്ര പേർ സ്തോത്രത്തോടെ പറയൂ, എൻ്റെ യേശുവിൽ എൻ്റെ വഴികൾ മറഞ്ഞു കിടക്കുന്നു, എനിക്കുള്ള വഴി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ.